രൂപയാണെങ്കിൽ ക്യാഷ് ബാക്ക് നമുക്ക് കിട്ടുന്ന വണ്ടി 25,000 ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം വണ്ടി കൊടുക്കാം അല്ലെ 50,000 രൂപ പ്ലസ് നമുക്ക് ഫുൾ ഓണില് വെറും 69,000 കിലോമീറ്റർ ഓടിയുള്ള ഒരു അടിപൊളി വാഹനം. വണ്ടിയാണ് 88,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അല്ലേ? ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഒരു 50 രൂപേന്റെ ഉള്ളിൽ 50 രൂപ ഇറക്കാം. മൈലേജും ഉണ്ടാവും, സിംഗിൾ ഓൺഷിപ്പ് ആണ്, ഫുൾ ഓൺ കൊടുക്കാം. ഫുൾ ഓൺ കൊടുക്കാം. അപ്പൊ അതാണ് നമുക്ക് ഫുൾ ഓൺ റീപ്ലേസോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്, റീപ്ലേസ് ഇല്ല നമുക്ക്. അത് നമുക്ക് ഏറ്റവും കൂടുതൽ ഹിസ്റ്ററി ഉള്ള വണ്ടി. ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ മഴക്കാലൊക്കെയാണ്, അത്യാവശ്യം നല്ല ചെറിയ ബഡ്ജറ്റിൽ ഒത്തിരി നല്ല കാറുകൾ ഉണ്ട്. നമുക്ക് മൈലേജ് കിട്ടുന്ന നല്ല അടിപൊളി കാറുകൾ നല്ലൊരു കളക്ഷനാണ് നമ്മൾ ദോസിൽ എത്തിയിട്ടുള്ളത്. അതേപോലെ വലിയ കാറുകൾ നോക്കുന്നത് 7 സീറ്ററുകൾ ഉണ്ട്, സ്വിഫ്റ്റ് ഉണ്ട്, എക്സ്പ്രസോ ഉണ്ട്, സിറ്റി ഉണ്ട്. അപ്പോൾ അതേപോലെ നമുക്ക് ഇന്നത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്നാൽ ഫുൾ ഓണിലൊക്കെ ഇറക്കാൻ പറ്റുന്ന ഡീസല് ചെറിയ കിലോമീറ്റർ ഓടിയ സെൽട്ടോസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ദോസിൽ നിന്ന് നമ്മളെ കൂടെ ഉള്ളത് അഷർക്കാണ്. അഷർക്ക് നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ലൊക്കേഷൻ ഇവിടെ വരുന്നത് മലപ്പുറം പെരിന്തൽമണ്ണ റോഡില് അരിപ്ര സ്കൂൾ പടി. അപ്പോൾ നമ്മളിവിടുത്തെ നാഷണൽ ഹൈവേ തന്നെയാണ് ഈ കാണുന്ന നമ്മളെ സ്കൂള്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെയാണ് നമ്മുടെ ദോസ് സ്ഥിതി ചെയ്യുന്നത്. പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേയിൽ നമ്പറൊക്കെ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ SUV-കളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അന്വേഷിക്കുന്ന SUV ആണ് കിയയുടെ സെൽട്ടോസ്, ന്യൂ എംബ്ലൊക്കെ വരുന്ന ഡീസലില് അത്യാവശ്യം മൈലേജും എന്നാൽ നമുക്ക് ഡിപ്പെൻസ് നോക്കുമ്പോൾ ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു വാഹനം. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2022 മോഡല്. കിലോമീറ്റർ 69,000 കിലോമീറ്റർ. അതാണ് ഇതിന്റെ ഹൈലൈറ്റ് അല്ലേ? നമുക്ക് ചെറിയ കിലോമീറ്റർ ഓടിയ ഡീസൽ വണ്ടിയാണ്. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഓൺഷിപ്പ് 3rd ആണ്. ഏകദേശം നമുക്ക് ഫുൾ ഓൺ കൊടുക്കാം. ഫുൾ ഓൺ തന്നെ കൊടുക്കാൻ പറ്റില്ല. പ്രൈസ് പറഞ്ഞത്? പ്രൈസ് നമ്മൾ 9,000 രൂപ കൊടുക്കും. 9,000 രൂപ, അതായത് 10 ലക്ഷത്തിന് താഴെ ബഡ്ജറ്റുമാണ്. അതേപോലെ തന്നെ നമുക്ക് ഇതാണ് 9,000 രൂപ പ്ലസ് നമുക്ക് ഫുൾ ഓണില് വെറും 69,000 കിലോമീറ്റർ ഓടിയുള്ള ഒരു അടിപൊളി വാഹനം. അടുത്ത് വീണ്ടും നമുക്കൊരു SUV തന്നെയാണ്. നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്ന ഡീസൽ വേരിയന്റ് വരുന്ന മാരുതി സുസുക്കി ബ്രസ്സയാണ്. അതും ഡീസലാണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2018 മോഡല്. 18 മോഡല് ഡീസൽ വണ്ടിയാണ്. 89,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഓക്കെ. അപ്പൊ അതും നമുക്ക് ഡിപ്പെൻസ് നോക്കുമ്പോൾ ചെറിയ കിലോമീറ്റർ ആണ്. അത്യാവശ്യം 18-20 മൈലേജും കിട്ടുന്ന വണ്ടിയാണ്. ഇന്റീരിയർ ഒക്കെ നോക്കി നല്ല ഹൈ ക്വാളിറ്റി സീറ്റ് കവേഴ്സ്, AC പവർ സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോ, അങ്ങനെ അത്യാവശ്യം ഇന്റീരിയർ എക്സ്റ്റീരിയർ നല്ല മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനം വിത്ത് ഫാൻസി നമ്പർ 18 ഡീസലില് 89,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത് ഇത് നമ്മള് 6,95,000 രൂപ. 6,95,000 വണ്ടിയാണ്. 88,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അല്ലേ? ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഒരു 50 രൂപേന്റെ ഉള്ളിലുണ്ടെങ്കിൽ 50 രൂപ ഇറക്കാം. മൈലേജും ഉണ്ടാവും, സിംഗിൾ ഓൺഷിപ്പ് ആണ്, ചെറിയ കിലോമീറ്റർ. അടുത്തൊരു സെമി പ്രീമിയം വെഹിക്കിൾ ആണ്. നമ്മള് ഷെവർലയുടെ ഷെവർലയുടെ ക്രൂസ് ആണ്. അന്നൊരു പ്രീമിയം ലെവലിൽ വന്നിരുന്ന ഒരു വാഹനമാണ്. എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ്? ഇത് 2011 മോഡൽ വണ്ടിയാണ്. LT ആണ് ഓപ്ഷൻ വരുന്നത്. ഡീസൽ ഓട്ടോമാറ്റിക്, ഡീസൽ മാനുവൽ അല്ല. അത്യാവശ്യം നല്ല മൈലേജും നല്ല പെർഫോമൻസും ഒക്കെ സ്പോർട്ടി ആയിട്ടുള്ള ഒരു പ്രീമിയം ലെവൽ വെഹിക്കിൾ ആയിരുന്നു. 1,75,000 രൂപ കൊടുക്കണം. 1,75,000. നമ്മളൊരു ഓൾട്ടോന്റെ പ്രൈസിന് ഒരു വണ്ടി ഉണ്ടാവും. ഇറങ്ങിയ സമയത്ത് നോക്കുമ്പോൾ അതിന്റെ 10-1 പ്രൈസിനാണ് ഈ ഒരു വാഹനം കൊടുക്കുന്നത്. അത്യാവശ്യം നല്ല ബോഡി വെയിറ്റും പെർഫോമൻസും ഫീച്ചേഴ്സും ഉള്ള ഒരു വണ്ടിയാണ്. 1,70,000 കേട്ടോ. അടുത്ത നമുക്കൊരു വിന്റേജ് ടൈപ്പ് വാഹനം നോക്കുന്നവർക്ക് ഇതാണോ ഇത്രയും കാലമായിട്ട് സിംഗിൾ ഓൺഷിപ്പ് കിടന്നിരുന്ന പക്ക സ്റ്റോക്ക് കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വിന്റേജ് വാഹനം നോക്കുന്നവർക്ക് ഒരു അടിപൊളി ഓപ്ഷനാണ് നമ്മുടെ പ്രീമിയർ പത്മിനി അല്ലേ? എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 95 മോഡലാണ്. ഇത് നമുക്ക് നിലവിൽ സിംഗിൾ ഓൺഷിപ്പ് ആയിരുന്നു. സിംഗിൾ ഓൺഷിപ്പ് ഇപ്പോൾ നമ്മളെ പേരിലോട്ട് മാറി. സർവീസ് ബുക്ക് സ്പെയർ കീ അടക്കം വരുന്നുണ്ട് അല്ലേ? എത്ര ഈ വാഹനത്തിന് 1,99,000. ഇത്രയും കാലം സിംഗിൾ ഓൺഷിപ്പിലാണ്. 5 വർഷത്തെ പേപ്പർ കാര്യങ്ങളെല്ലാം എടുത്തിട്ടുള്ള പ്രൈസ് ആണ് ഒരു ബെസ്റ്റ് പ്രൈസ്. അടുത്ത നമുക്ക് അത്യാവശ്യം 18-20 മൈലേജ് കിട്ടുന്ന ഫുൾ ബ്ലാക്കിൽ നല്ലൊരു കൊറോള വോൾട്ടീസ് ഡീസൽ വണ്ടിയാണ്. അത്യാവശ്യം 18-20 മൈലേജും കിട്ടുന്ന ഒരു വാഹനം. എങ്ങനെയായിരുന്നു മോഡൽ? 2015 മോഡലാണ് വണ്ടി വരുന്നത്. 1,27 ഓടിയിട്ടുണ്ട്. 3rd ഓണർഷിപ്പ് ആണ്. നമുക്കൊരു 6,65,000 രൂപ. 6,65. ചെറിയൊരു ബഡ്ജറ്റ് പ്രൈസിന് കൊണ്ടാവും. അത്യാവശ്യം മൈലേജും കിട്ടും. ഒരു പ്രീമിയം സെഗ്മെന്റ് ആയും ചെയ്തു. അതും ഫുൾ ബ്ലാക്കിൽ അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങൾ, AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, ഇന്റീരിയറൊക്കെ നല്ല ഹൈ ക്വാളിറ്റി സീറ്റ് എല്ലാം ചെയ്തിട്ടുള്ള വാഹനമാണ്. 6,65 ഒരു 19 രൂപ വണ്ടി ഇറക്കും ചെയ്യാല. അടുത്ത് നമുക്കൊരു ബലേനയാണ്. ബലേന നമുക്ക് പൊതുവെ ഗ്ലാൻസ ആണ്. ടയോട്ട ഗ്ലാൻസ. നമുക്ക് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2019 മോഡൽ V ആണ് ഓപ്ഷൻ വരുന്നത്. V മാനുവൽ ആണ്. പെട്രോൾ ആണ്. 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. പക്ഷെ വണ്ടി ഒരു 1,00,000 ഓടി ഒരു ഫീൽ ഇല്ല. ഡോക്ടർ ഓണറാണ്. ഡോക്ടർ വണ്ടിയാണ്. കൂടുതൽ ഓട്ടം ഉള്ളതുകൊണ്ടേ
പക്ഷെ നമുക്ക് ക്വാളിറ്റി ഉണ്ട് സർവീസ് ഒക്കെ കമ്പനി സർവീസ് എല്ലാം ഉള്ള വണ്ടി, ഫുള്ള് കമ്പനി സർവീസ് സർവീസ് ഉള്ള വണ്ടി സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക് ഇത്? ഇത് നമുക്ക് 5,95,000 5,95,000 ഏകദേശം ഫുൾ ലോൺ കൊടുക്കാം. ഫുൾ ലോണും കൊടുക്കാം. അപ്പൊ അതാണ് നമുക്ക് ഫുൾ ലോൺ റീപ്ലേസോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്, റീപ്ലേസ് ഇല്ല നമുക്ക്. അത് നമുക്ക് A to Z ഹിസ്റ്ററി ഉള്ള വണ്ടി ഫുൾ ലോണില് ബെസ്റ്റ് പ്രൈസിന് നമുക്ക് കൊടുക്കുകയും ചെയ്യാം. അടുത്തൊരു സ്വിഫ്റ്റ് ആണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2021 മോഡൽ വണ്ടിയാണ്. പെട്രോള്, സെക്കൻഡ് ഓണർ, 88,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് അത്യാവശ്യം നമുക്ക് നല്ലൊരു വണ്ടിയാണ്, മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വണ്ടി തന്നെയാണ്. ഒരു 10,25,000 ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം, വണ്ടി കൊടുക്കാം അല്ലെ. 4,95,000 നമ്മൾ ചോദിക്കുന്നുണ്ട്. ഓക്കെ, 21 മോഡൽ സ്വിഫ്റ്റ് ആണ്. അപ്പൊ നല്ലൊരു ബെസ്റ്റ് പ്രൈസ് ആണ്. റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല, ഒന്നുമില്ല. 4,95 4,95 ഒരു 25 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാം. അതും സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. 4,95 ഒരു 25 രൂപ വണ്ടി ഇറങ്ങാം. 21 മോഡല് 88,000 കിലോമീറ്റർ അല്ലേ. അടുത്ത നമുക്കൊരു എലൈറ്റ് i20, അതിന്റെ ആസ്ത ഏറ്റവും ടോപ്പ് എൻഡ് ഡീസൽ വണ്ടിയാണ്. 18-20 മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന വണ്ടി. എങ്ങനെയായിരുന്നു? തേർഡ് ഓണർഷിപ്പ് ആണ് വരുന്നത്. ഓക്കെ, 1.17 ഓടിയിട്ടുണ്ട്. ഓക്കെ, എഞ്ചിന് മെക്കാനിക്കലൊക്കെ ഒക്കെ നല്ല റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല, നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. ഇന്ത്യയിലൊക്കെ അത്യാവശ്യം ഒരു 3.95 കൊടുക്കാം. 3.95 ബെസ്റ്റ് പ്രൈസ് ചെയ്യാം. അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡീസൽ വണ്ടിയാണ്, ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. പുഷ്പയുടെ സ്റ്റാർട്ടിങ്, കീലസിന്റെ അങ്ങനെ ഏറ്റവും ഫീച്ചേഴ്സ് ഉള്ള വാഹനം 3.95. അത് നമുക്ക് ഫുൾ ഓൺ കേട്ടോ. അടുത്ത നമുക്ക് സെലേറി ആണ്. ഇത് ഓട്ടോമാറ്റിക് ആണ് വണ്ടി. അതെ, ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ഓർഡർ ആണ്. 2019 മോഡൽ 20 രജിസ്ട്രേഷൻ ഉണ്ട്. മോഡൽ 80,000 കിലോമീറ്റർ. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക് ആണ്. അപ്പോൾ ഡിപ്പെൻസ് നോക്കുമ്പോൾ ചെറിയ കിലോമീറ്ററോടെ വണ്ടിയാണ്. അത് നമുക്ക് അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു വാഹനം. പ്രിഫറബിളി ലേഡീസിനൊക്കെ പറയാൻ പറ്റുന്ന ഒരു വാഹനം. എങ്ങനെയായിരുന്നു കിലോമീറ്റർ? 4.75 ചോദിക്കുന്നുണ്ട്. 88,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ ആണ്. അതെ അതെ, 4.75 ചോദിക്കുന്നുണ്ട്. ഒരു 15-30 ഉണ്ടെങ്കിൽ ബാക്കി നമുക്ക് ലോൺ 10-25 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാം. ഓട്ടോമാറ്റിക് ആണ്. ഡിപ്പെൻസ് ചെറിയ കിലോമീറ്റർ ഒന്നുമില്ല. അടുത്ത നമുക്കൊരു 7 സീറ്റർ ആണ്. അതും ചെറിയൊരു ബഡ്ജറ്റിൽ ഡാറ്റ്സൺ ഗോ പ്ലസ് 2015 80 ഓടെ സിംഗിൾ ഓണർ ഉണ്ട്. അപ്പൊ അതാണ് ചെറിയ ബഡ്ജറ്റിൽ 7 സീറ്റർ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. അത് നമുക്ക് അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു 7 സീറ്റർ വാഹനം. നമുക്കൊരു 2.5 കൊടുക്കാം. 2.5 7 സീറ്റർ വണ്ടി ഒരു 10-30 രൂപയ്ക്ക് വണ്ടി ഇറക്കാം അല്ലെ. അത് പ്രൊഫൈല് നോക്കിയിട്ട് ട്രാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ചെറിയ ബഡ്ജറ്റിൽ തന്നെ നമുക്ക് വണ്ടി ഇറക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ. അടുത്ത നമുക്ക് ഒരു റെനോ കിഡ്, അതിന്റെ ഒരു ക്ലൈംബർ ഇല്ല, കിഡ് തന്നെയാണ് അല്ലെ. അത് ന്യൂ ഫേസ് ഒക്കെ വന്ന മോഡലാണ്. 22 മോഡലാണ്. 22 മോഡൽ ന്യൂ ഫേസ് ആണ് വണ്ടി. 22 അല്ല, സോറി 20. ന്യൂ ടൈപ്പ് ഉണ്ട്. ന്യൂ ടൈപ്പ് ആണ്. 20 ആണ്. ഓട്ടോമാറ്റിക് ആണ്, മാനുവൽ ആണ്. നമുക്ക് ഫുൾ ഓൺ കൊടുക്കാം. കാര്യങ്ങളൊന്നുമില്ല, സിംഗിൾ ഓണർ, നല്ല വൃത്തിയുള്ള 100,000 കിലോമീറ്റർ. ഒരു മിനി SUV ടൈപ്പ് വാഹനം ചെറിയൊരു ബഡ്ജറ്റില് നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് പ്രൈസ് ആണ്. നമുക്ക് നല്ല അടിപൊളി സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സിംഗിൾ ഓണർ ആണ്, റീപ്ലേസ് ഇല്ല. അപ്പൊ ഈ വണ്ടി ഏറ്റവും അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ സിംഗിൾ ഓണർ 20 മോഡൽ വണ്ടി, സിംഗിൾ ഓണർ വണ്ടി ഫുൾ ഓണില്. അതും ചെറിയൊരു 295 നമുക്ക് പ്രൈസ് ഇട്ടൊക്കെ ചെയ്ത് കൊടുക്കും ചെയ്യാം അല്ലെ. അടുത്ത നമുക്ക് തവണ ഒരു ഐട്ടൺ ആണ്. നമുക്ക് എക്സെന്റ് നമ്മൾ ഐട്ടന്റെ ഒക്കെ സെയിം എഞ്ചിന് കാര്യങ്ങളൊക്കെ വരുന്നു. അത്യാവശ്യം ലോ മെയിൻ്റെനൻസും അത്യാവശ്യം നല്ല മൈലേജും കിട്ടുന്ന വണ്ടിയാണ്. 2014-15 മോഡലുണ്ട്. 14-15 മോഡൽ ഡീസലാണ്. അത്യാവശ്യം 20-22 മൈലേജ് കിട്ടൂല. മൈലേജ് ഡെയിലി യൂസിന് പറ്റുന്ന ഒരു വണ്ടിയാണ്. 2.25 രൂപ കൊടുക്കാം. 2.25 ഫുൾ ലോണിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. ചെറിയൊരു ബഡ്ജറ്റിൽ വണ്ടി നോക്കുന്നവർക്ക് ഡീസൽ മൈലേജും വണ്ടിയില്ല. അതേപോലെ തന്നെ ചെറിയൊരു ബഡ്ജറ്റിൽ വാഹനം നോക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷൻ സാൻഡ്രോ അല്ലെ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2011 മോഡലാണ്. നമുക്ക് 95 രൂപ കൊടുക്കും. 95 രൂപ ചെറിയൊരു പ്രൈസ്. നല്ല അടിപൊളി സീറ്റ് കാര്യങ്ങൾ എല്ലാം ഉണ്ട്. ക്ലീനും ഉണ്ട്. ചെറിയൊരു പാർട്ടിക്ക് വണ്ടി പവർ സ്റ്റിയറിംഗ് വരുന്ന വണ്ടിയാണ്. 95 രൂപയ്ക്ക് ചെയ്യാൻ പറ്റൂല. അടുത്തൊരു ഗ്രാൻഡ് ആയിട്ടാണ് അല്ലെ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2014 മോഡൽ വണ്ടിയാണ്. ഇത് 46,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ചെറിയ കിലോമീറ്റർ വണ്ടിയാണ്. പെട്രോൾ ആണ്. പൊതുവെ നമുക്ക് നല്ലൊരു ഫാമിലിക്ക് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് മെയിൻ്റെനൻസ് വളരെ കുറവും അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും ബട്ടൺ ഷാർട്ട് കാര്യങ്ങളൊക്കെ എല്ലാം വരുന്ന വണ്ടിയാണ് അല്ലെ. അത് 46,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2014 മോഡൽ സെക്കൻഡ് ഓണർ. ചോദിക്കുന്ന പ്രൈസ് പറഞ്ഞത് ഇത് നമ്മൾ 2,80,000 രൂപ. 2.80 നമുക്ക് ചെയ്യാം. ഏകദേശം ഒരു 30 രൂപ ഉണ്ടെങ്കിൽ ബാക്കി വണ്ടി ഇറക്കും ചെയ്യാം അല്ലെ. അടുത്തൊരു ഡീസൽ ബീറ്റ് ആണ്. കമ്പനി 25 മുകളിൽ മൈലേജ് പറയുന്ന വണ്ടിയാണ്.
13 മോഡൽ 13 മോഡലുണ്ട്. തേർഡ് ഓണർഷിപ്പ് ആണ്. 1.30 ഓടിയിട്ടുണ്ട്. ഓക്കെ, ഇത് നമുക്കൊരു 65 റുപ്യ കൊടുക്കാം. സുഖമായിട്ട് ഈ കണ്ടീഷൻ 50 റുപ്യ 55 റുപ്യക്ക് പൊളിച്ചാൽ കൊടുത്താൽ കിട്ടും. അപ്പൊ നമുക്ക് അത്രയും ആ ഒരു റേറ്റ് നമുക്ക് കൊണ്ടാ. പിന്നെ മൈലേജ് നോക്കിയെടുക്കുന്നത് നല്ലൊരു ബെസ്റ്റ്, നല്ല അടിപൊളി സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു വണ്ടി കേട്ടോ. അടുത്തത് നമുക്കൊരു ചെറിയ പൈസ ഇറക്കാൻ വരുന്ന ഒരു ഇയോൺ ഇല്ല, ഡിലൈറ്റ് പ്ലസ് ആണ്. 13 മോഡൽ വണ്ടി അത്യാവശ്യം 18-20 മൈലേജും കിട്ടും. അതിനായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ. 2013 മോഡല് ഡിലൈറ്റ് പ്ലസ്. ഇത് നമുക്കൊരു 1.20 കൊടുക്കാം. ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? ഏകദേശം ഫുൾ ഓൺ ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഫുൾ ഓൺലൈൻ ഇറക്കാൻ പറ്റുന്ന ക്യാഷ് ബാക്ക് ആണെങ്കിൽ ഒരു 1.5 വരെയൊക്കെ നമുക്ക് ഫിനാൻസ് കിട്ടും. 30 രൂപ ആണെങ്കിൽ ക്യാഷ് ബാക്ക് നമുക്ക് കിട്ടുന്ന വണ്ടി. ഫ്രണ്ട്സ്, നമ്മൾ ഇതാവുമ്പോൾ നമ്മളെ ദോസ്തിലായിരുന്നു. ഫസ്റ്റ് പാർട്ട് ഇവിടെ താൽക്കാലികമായിട്ട് നിർത്തുകയാണ്. അടുത്തൊരു പാർട്ടിൽ അത്യാവശ്യം നല്ല 7 സീറ്ററുകളും അത്യാവശ്യം നല്ല കിടലം വണ്ടികളുള്ള ഒരു പാർട്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു വാഹനത്തിൽ നമുക്ക് മിക്സ് ചെയ്തിട്ടുള്ള പാർട്ട് തന്നെ ആയിരുന്നു. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ മലപ്പുറം പെരിന്തൽമണ്ണ, അതായത് പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേയിൽ അരിപ്ര സ്കൂൾ പടിയാണ് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. നമ്പർ കണ്ടിട്ടുണ്ടാവും. മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിരുന്നൊരു വീണ്ടും കാണാം. റിയാസ് അഷ്റഫ് സൈനിങ് ഓഫ്.